Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്തിട്ടുള്ള ബ്രെഡ് പക്കോട തയ്യാറാക്കാം. ഇത് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈവനിംഗ് സ്നാക്ക് ആയിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്തിട്ടുള്ള ബ്രെഡ് പക്കോട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റഫ്ഡ് ബ്രെഡ് പക്കോട തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ചെറിയ കഷ്ണം ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ആവശ്യത്തിന് കറിവേപ്പില വേണം. ഒരു ചെറിയ സവോള നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വേണം. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ വേണ്ടത് ബജ്ജിക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും വേണം. ആദ്യമായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുക്കണം. ചെറിയ ചൂടോടെ ആണെങ്കിൽ തൊലി പെട്ടെന്ന് ഉരിഞ്ഞു വരും. ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു മാഷർ യൂസ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് ഒട്ടും കട്ടകളില്ലാതെ നല്ല ഫൈനായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റഫ് ചെയ്യാനായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ താല്പര്യം ആ ഓയിൽ യൂസ് ചെയ്യാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കടുകും ജീരകവും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ജീരകം സ്കിപ്പ് ചെയ്യാം. ജീരകവും കടുകും ഒന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് പച്ചപ്പ് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും പച്ചമുളകും പച്ചപ്പൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചപ്പൊക്കെ മാറി മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റഫിംഗ് ആണ്. വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റഫിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പക്കോടയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ പക്കോടയ്ക്ക് നല്ലൊരു കളറും കൂടി കിട്ടും. ഇതിലോട്ട് ഇനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി അജ്വൈൻ അഥവാ അയ്മോദകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതിലോട്ട് 1 നുള്ള അജ്വൈൻ ചേർക്കാം. അജ്വൈൻ ഓപ്ഷണൽ ആണ്. അജ്വൈൻ ചേർക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടും. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് പക്കോടയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം മാവ് തയ്യാറാക്കാനായിട്ട്. ബ്രെഡ് മാവിൽ കോട്ട് ചെയ്ത് നിൽക്കണം. അതുകൊണ്ട് തന്നെ ഒത്തിരി ലൂസായി പോവരുത്. ഇതിലോട്ടിനി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടിക്ക് പകരമായിട്ട് മൈദയാണെങ്കിലും മതി. അരിപ്പൊടി ചേർക്കുമ്പോൾ മാവിൻ്റെ ടെക്സ്ചർ തന്നെ മാറും. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ കിട്ടും. ഞാനിവിടെ ഏകദേശം 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ പക്കോടയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഒത്തിരി അങ്ങ് ടൈറ്റായി പോവരുത്, എന്നാൽ ഒത്തിരി ലൂസും ആയി പോവരുത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡിലോട്ട് ഉരുളക്കിഴങ്ങ് മസാല സ്റ്റഫ് ചെയ്യാം. അതിനായിട്ട് ഒരു സ്ലൈസ് ബ്രെഡിലോട്ട് ഈവനായിട്ട് ഉരുളക്കിഴങ്ങ് മസാല സ്പ്രെഡ് ചെയ്യാം. ഞാനിവിടെ പ്ലെയിൻ ബ്രെഡിലാണ് ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്യുന്നത്. എക്സ്ട്രാ ഒരു ഫ്ലേവറിനായിട്ട് വേണമെങ്കിൽ ഗ്രീൻ ചട്നിയോ ടൊമാറ്റോ കെച്ചപ്പോ നമുക്ക് ആദ്യം ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാം. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പാണ് നല്ലത്. ഞാനിവിടെ ഗ്രീൻ ചട്നിയുടെ കൂടെയാണ് ബ്രെഡ് പക്കോട സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് വീണ്ടും ഞാൻ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുന്നില്ല. ബ്രെഡിലോട്ട് ഉരുളക്കിഴങ്ങ് മസാല സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് വേറൊരു സ്ലൈസ് ബ്രെഡ് കൊണ്ട് ഇതുപോലെ കവർ ചെയ്യാം. ഞാനിവിടെ റെഗുലർ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. സാൻഡ്വിച്ച് ബ്രെഡ് അവൈലബിൾ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഫ്രഷ് ബ്രെഡ് ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല സോഫ്റ്റ് ബ്രെഡ് ആണെങ്കിൽ മാവിൽ മൂക്കാൻ നേരത്ത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്രെഡ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ എല്ലാ ബ്രെഡിലോട്ടും ഈവനായിട്ട് ഉരുളക്കിഴങ്ങ് മസാല സ്റ്റഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാ ബ്രെഡിലോട്ടും ഉരുളക്കിഴങ്ങ് മസാല സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് മാവിൽ മുക്കി വറക്കാം. ഒരു സെറ്റ് 2 or 4 ആക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനി സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് മാവിൽ മുക്കി വറുത്തെടുക്കാം. ഒരു സൈഡ് വെന്ത് വന്നിട്ട് മറിച്ചിടാം. അപ്പോൾ ദാ ഇവിടെ ബ്രെഡ് പക്കോട തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡും മാവിൽ മുക്കി വറുത്തെടുക്കാം. അപ്പോൾ ദാ അത്രയേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്തിട്ടുള്ള ബ്രെഡ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു ഫില്ലിംഗ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത്. തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ലോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. Till then, take care and thanks for watching Recipes Recooked.